the sun comes up, it's a new day drawing. It's time to sing his song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never before, oh my soul. I worship your holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never before, oh my soul. I worship your holy name. And on that day when my strength is failing, the end was near and my time has come, still my soul will sing your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never before, oh my soul. I worship your holy name. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never before, oh my soul. I worship your holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never before, oh my soul. I worship your holy name. And on that day when my strength is failing, the end was near and my time has come, still my soul will sing your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul. I worship his holy name. Sing like never
സമാധാനം പ്രത്യേകിച്ചും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ ഉദാശയെ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത രക്ഷനായ മിശിഹായെ അവതരണീയമായ അംഗീദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർണ്ണം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വാഴ്ത്തണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിഷേകപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. സുവിശേഷ വായന. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിശോധനത്തിലുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് അവിടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയെയും കർത്താവിന്റെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈശോയേ 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 മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ 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 സ്വർഗത്തിൻ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ജലത്താലും ആത്മാവിനാലും ജീവിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവിതീടി നടക്കുന്ന കലമാനെ പോലെ കർത്താവേ ഞാൻ അങ്ങേ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മോഹമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്തും ഹെർമോനിലും മീസാറിലും ഞാൻ അങ്ങയെ അനുസ്മരിച്ചു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നറിയിച്ച കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതിജന്മം പ്രാപിക്കട്ടെ. ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസി പുനഃശരണ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസിയോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിശാചിന്റെ അടിമത്തിൽ മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാണെങ്കിലും നീ ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേകത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മുദ്രിതയായിരിക്കുന്നു. ആമേൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര വിശിഷ്ടം നിൻ ഗേഹം. നിൻ തിരുസന്നിധി ചേരാനായ ആത്മാവെന്നും കേഴുന്നു. നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈശോ
ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. നിങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ഗലാത്യരെ എഴുതിയ ലേഖനം ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. എന്നാൽ മിശിഹായിൽ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായിൽ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായിലുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം
ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവരും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജനത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവരും. എല്ലാ ജനങ്ങളുടെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസാ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പനയെ നിവർത്തിക്കുന്ന ഞങ്ങളെ തൃപ്തി പാർക്കണമേ. ഭൂമിയിൽ സത്യരാജ്യം സ്ഥാപിക്കാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയ്ക്ക് വീട് ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകരദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ ശുദ്ധനാശം പരിശുദ്ധാത്മാവിന്റെ ചരിത്രത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിലെ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി കലമൊരുക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്രേഷ്ഠവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അംഗമായി ബലപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധൂർജിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഭയുടെ വിശ്വാസം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യം അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേഹമായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും
നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയെ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിനീതനായ ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശ യഥാവിധി വിതരണം ചെയ്യാൻ എന്നെ യോഗ്യനാക്കുകയായി. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിലെയും ഇസ്ഹാക്കിലെയും യാക്കോബിലെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ആദരണീയവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. ഇവിടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരിക്രമത്തിനായി ആരാധ്യമായ ത്രിത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷകരമായ ഈശോമിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗസൗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചകമായ മാമോദീസായിൽ അമർത്യതയുടെ അടയാളമാകാൻ ഈ തൈലം വിശുദ്ധ മുറകൾ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടെ ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. മാമോദീസായിലൂടെ ദൈവമകളായിത്തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സഖ്യവൻശാലിക്ക് പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യരിൽ എന്ന പോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഈ മകളെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ
ഈ മകളെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ മകളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഈ ദാസി വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ സ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളിൽ അങ്ങ് ആശ്രയിക്കാനും ഈ ദാസിയെ ശക്തരാകട്ടെ. ലോകത്തിലങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൊരുതിയ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധനായി സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹിതന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് വെളിയിലനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായുടെ ജന്മവും വിശുദ്ധയുടെ മൗലികത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയിരുന്നതായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിന് ഈ ദാസിയെ മുദ്രയാക്കണമേ. പിതാവേ നമ്മെ വിളിക്കാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവിട്ട് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവവിളയാടിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കാൻ ഈ മകളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ദയയും ക്ഷമയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ ദുർബലമായ ജീവിതം നയിക്കാൻ ഈ ദാസിക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും
ഇപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓർമ്മയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനപൂർണ്ണതയും ഈ ദാസി ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദൈവകരങ്ങളും ദൈവത്തിലുടനെ പ്രസരിപ്പിക്കുവാൻ ഈ ദാസിക്ക് ഇടയാവുകയും ചെയ്യട്ടെ. അടയാളമായി മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാ
ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസിയിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെയും അവിടെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലുള്ള ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും യോസേപ്പിന്റെയും വിശുദ്ധ സ്നേഹിതന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക വ്യത്യസ്തനായ മാർ യോസേപ്പ് പിതാവിന്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാവട്ടെ. ശിശുവിന്റെ നാമത്തിന് കാരണഭൂതയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിത മാതൃക ഈ ദാസിക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കും ധീരപേക്ഷതയായി തീരട്ടെ. നീ സ്വീകരിച്ച മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നിത്യജീവിതത്തിന് ആചാരമായി ഭവിക്കട്ടെ. കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങൾ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടരുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീതളിലും കണ്ടു, എരിയുമീ തിരിയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു.
whole family. So I would like to invite from Iva's father's side, Appapan and Ammamma. Please come on to the stage. അപ്പാപ്പനെ അമ്മാമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഇവങ്ങളെ കൊഞ്ചിക്കുന്നതിലും ലാളിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഫ്രണ്ട് നിൽക്കുന്ന രണ്ടുപേരാണ്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഇവങ്ങളുടെ ലൈഫിലും താങ്ങും തണലും സ്ട്രെങ്തുമായി നിൽക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തതായി ഇവയുടെ ഗോഡ് പേരൻസ് അമ്മായി and അമ്മാവൻ along with their adorable kids, I welcome you on to the stage. മുന്നോട്ടുള്ള ഇവങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വഴികാട്ടിയും വെളിച്ചവുമാവാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായി ഇവമോളുടെ ഏട്ടൻ ഇവമോളുടെ ലൈഫിൽ മുന്നോട്ടുള്ള ലൈഫിൽ ഏറ്റവും നല്ലൊരു പാർട്ട്ണറെ ക്രൈമാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. And from Eva's mother's side, I would like to invite Veliapachan and Veliapachan. Ivയുടെ right from her birth, in all her milestones, throughout her growth, കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് Veliapachanും Veliapachanും. ഇനിയും അതുപോലെ അവരുടെ കൂടെ താങ്ങും തണലുമായി നിൽക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മച്ചി കൂടാണ്ട് ഈ സ്റ്റേജ് this would be incomplete, so I welcome her to the stage. Last, I would like to introduce myself. I am Navya, Iva's favorite Kulyamma. നിങ്ങളുടെ ഭാവിയിൽ ഇവങ്ങളുടെ ഫേവറേറ്റ് ആൻറ്റി ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഫേവറേറ്റ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇവങ്ങളോട് പറയാൻ പോകുന്ന പേര് നല്ലതായിരിക്കും. സോ ഇന്ന് നമ്മുടെ ഇവങ്ങള് മാമുദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യേശുനാമത്തിലും പ്രായത്തിലും മനുഷ്യരുടെ ദൈവത്തിൻ്റെയും പ്രീതിയും വളർന്നു വന്നതുപോലെ ഇവർക്ക് വളർന്നു വരാൻ സാധിക്കാനായിട്ട് ഇവങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിലെ ഓരോ മൈൽസ്റ്റോൺസിനെ ഇവർക്ക് ശക്തിയോടെ നേരിടാനും ഉള്ള കൃപയ്ക്കായി നമുക്ക് 2 നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം.
ചെറുകൂട്ടിൽ കല്ലെറിഞ്ഞ നേരം തല്ലുകൊണ്ടേ നീയേ ചിതറുമോരോ മൺകിളിയായി നീ ഉയരുന്നോവിന് കോട്ടായെന്നും കുറുമോടുന്നതയേ അമ്മയടുത്തില്ലേ കൺമണി നീ പൊൻകനി നീ മഞ്ഞിൻ പൂവല്ലേ നെഞ്ചകത്തെ തേൻ തണലിൽ ആടും ഊഞ്ഞാലിൽ ചെറുദൂരം തനിയേ നീ പോകും നേരം നിഴലായി ഞാൻ അരികെ നീ കാണാതെന്നും ഒരു തൂവൽ ചിറകായി അമ്മയടുത്തില്ലേ കൺമണി നീ പൊൻകനി നീ നെഞ്ചകത്തെ തേൻ തണലിൽ വെണ്ണിലാവ് പെയ്തലിഞ്ഞ് പുണ്യമാണോ നീ കണ്ണൊഴിഞ്ഞ് കാത്തിരിക്കും കാവലാണ് നീ മഞ്ഞു തൂവൽ പോലെ എന്നിറുകിൽ കൈതലോടും നേരം പിഞ്ചു പൈതലാവും എൻ മനസ്സറിയാതെ ഉയിരിനു പാലൂട്ടി കാത്തു നീ അന്നേ പകരമി ഞാനെന്തു നൽകാനെന്നമ്മേ കരളുരുകുമ്പോളാ ചിരി നീട്ടാമോ മിഴിനീരെല്ലാം മായുന്നു നിന്നിൽ പെരുമഴയെന്നാലും വെയിലെന്നാലും കുടയാകുന്നോരലിവെന്നും നീയേ വെണ്ണിലാവ് പെയ്തലിഞ്ഞ പുണ്യമാണോ നീ കണ്ണൊഴിഞ്ഞ് കാത്തിരിക്കും കാവലാണ് നീ അക്ഷരം പകർന്ന കാലം നീ കൊളുത്തി വെച്ചതാം സൂര്യദീപം ഉള്ളിനുള്ളിൽ പൊൻപ്രകാശമായതും പൂക്കുറുമ്പ് കാട്ടിടുമ്പോൾ നീ എടുത്ത ചൂരനും എന്നും എന്നും കൂട്ടുപോരും തേൻ തുളുമ്പും ഓർമ്മയായി അമ്മയുള്ള കാലത്തോളം കുഞ്ഞു തുമ്പിയാണു ഞാൻ ലോകമാകെ പാറിയാലും മാറിൽ വന്നു ചാഞ്ഞിടാം നോമ്പു നോറ്റ് കാത്തുവയ്ക്കാം നിന്നെ നെഞ്ചിലെന്നുമേ വെണ്ണിലാവ് പെയ്തലിഞ്ഞ് പുണ്യമാണോ നീ കണ്ണൊഴിഞ്ഞു കാത്തിരിക്കും കാവലാണു നീ മഞ്ഞു തൂവൽ പോലെ എന്നറുകിൽ കൈതലോടും നേരം പിഞ്ചു പൈതലാവും എൻ മനസ്സറിയാതെ ഉയിരിന് പാലൂട്ടി കാത്തു നീ അന്നേ പകരമി ഞാനെന്തു നൽകാനെന്നമ്മേ കരളുരുകുമ്പോളാ ചിരി നീട്ടാമോ മിഴിനീരെല്ലാം മായുന്നു നിന്നിൽ പെരുമഴയെന്നാലും വെയിലെന്നാലും കുടയാകുന്നോരലിവെന്നും നീയേ വെണ്ണിലാവ് പെയ്തലിഞ്ഞ പുണ്യമാണോ നീ കണ്ണൊഴിഞ്ഞ് കാത്തിരിക്കും കാവലാണ് നീ
അക്ഷരം പകർന്ന കാലം നീ കൊളുത്തി വെച്ചതാം സൂര്യദീപം ഉള്ളിനുള്ളിൽ പൊൻപ്രകാശമായതും പൂക്കുറുമ്പു കാട്ടിടും